ആമ അബദ്ധത്തിൽ സിംഹത്തിന് മുമ്പിൽ അകപ്പെട്ടു പോയതാണ്. വിശന്നിരുന്ന സിംഹം തന്നെ കൊന്നു തിന്നുമെന്ന് ആമയ്ക്ക് ഉറപ്പായി. താണ് വീണ് സിംഹത്തോട് പറഞ്ഞു, അങ്ങ് എനിക്കൊരു 10 മിനിറ്റ് അനുവദിക്കണം, എന്നെ കൊന്നു തിന്നുന്നതിന് മുമ്പ്. സിംഹം രാജാവല്ലേ, ആമയുടെ ആഗ്രഹം അനുവദിച്ചു. അനുവാദം കിട്ടിയ പാടെ ആമ ആ നിലം കുഴിക്കാനും അവിടെ കുത്തിമറിയാനും മണ്ണ് വാരി ദേഹത്തേക്ക് എറിയാനും അവിടെ എല്ലാം വാരി വിതറാനും ഒക്കെ തുടങ്ങി. പിന്നെ അല്പം കഴിഞ്ഞ് ശാന്തനായി മരണം കാത്ത് സിംഹത്തിന് മുമ്പിലേക്ക് നമസ്കരിച്ചു. സിംഹത്തിന് ആകെ ഒരു കൗതുകമായിരുന്നു. നീ എന്താണ് ഇവിടെ ചെയ്തതെന്നായി ചോദ്യം. ആമ പറഞ്ഞു, എന്നെ കൊന്നു തിന്ന ശേഷം അങ്ങ് എന്തായാലും എൻ്റെ ഈ തോട് ഇവിടെ ഉപേക്ഷിക്കും. എന്നെ കാണാതാവുന്നതോടെ എൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ അന്വേഷിച്ചിറങ്ങുകയും ഈ തോട് ഇവിടെ കണ്ടെത്തുകയും ചെയ്യും. ഈ അന്തരീക്ഷം കാണുമ്പോൾ ഇവിടെ വലിയൊരു പോരാട്ടവും മൽപ്പിടുത്തവും ഒക്കെ നടന്ന് ധീരമായി ഞാൻ മരണം വരിച്ചുവെന്ന് അവർ കരുതും. ദയനീയമായി ഞാൻ അങ്ങയുടെ ഭക്ഷണമായി തീർന്നതാണെന്ന് ഒരിക്കലും അവർ കരുതില്ല. എത്ര കനത്ത പരാജയത്തിലും ഏറ്റവും ഒടുക്കം ഒരു ചെറിയ വിജയമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കും. ഞായർപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പെനിയേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഖാമുഖം എന്നാണ്. ദൈവത്തിന് മുഖാമുഖം എന്നാണ്. ദൈവാഭിമുഖം എന്ന് വേണമെങ്കിലും അതിനെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എക്സാമിൻ്റെ എസ്പെഷ്യലി ആനുവൽ എക്സാമിൻ്റെ തലേന്ന് നമുക്ക് ഈ സ്പൈഡർ നോട്ട്സ് റിവൈസ് ചെയ്താൽ മാക്സിമം എഫിഷ്യൻസിയോടെ നമുക്ക് റിവിഷൻ കൊണ്ടുപോകാം. മൽപ്പിടുത്തത്തിൽ പരാജയപ്പെടാൻ ആരും ആഗ്രഹിക്കില്ല. പോരാട്ടം വിജയത്തിന് വേണ്ടി തന്നെയാണ്. ആർക്കും കീഴടക്കാൻ കഴിയുന്ന ശക്തിയേ തനിക്കുള്ളൂ എന്ന് കരുതുന്ന ചിലർ കീഴടക്കുന്നത് ചിലപ്പോൾ അതിശക്തരായ ചിലരെ ആയിരിക്കാം. അതിശക്തരെന്ന് കരുതുന്ന ചിലരാകട്ടെ നിസ്സാരന്മാരുടെ അടുത്ത് പരാജയപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വിജയം ലഭിച്ചാൽ അത് 4 ആളറിയണമെന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നതും ഒരു തെറ്റല്ല, സ്വാഭാവികമാണ്. അങ്ങനെ ഒരാൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലുണ്ട്. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബ് മനുഷ്യരോടും ദൈവത്തോടും മല്ലടിച്ച് വിജയിച്ച് യാക്കോബിന്റെ പേര് അവിടെ വെച്ച് ഇസ്രായേൽ എന്നായി മാറ്റപ്പെട്ടു. നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തിലേക്ക് പെനിയേലിൽ ഒരു ഇസ്രായേൽ. ഞായർപ്പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, കഴിഞ്ഞ ഒരു ഞായറാഴ്ച നമ്മൾ ബഥേൽ എന്ന സ്ഥലത്തെക്കുറിച്ചും ആ സ്ഥലത്ത് ഗോത്രപിതാവായ യാക്കോബിനുണ്ടായ ദൈവികമായ അനുഭവത്തെക്കുറിച്ചും പ്രത്യേകിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ബഥേൽ, ദൈവഭവനം. ഇന്നാകട്ടെ നമ്മളുടെ പ്രത്യേകമായ പഠനത്തിന് സ്വീകരിച്ചിരിക്കുന്നത് പെനിയേൽ എന്ന പേര് സംബന്ധിച്ചാണ്. അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രസക്തി, ഇതേ സംബന്ധിച്ച് നമുക്കൊന്ന് പ്രത്യേകമായി ചിന്തിക്കാം. ബഥേൽ അനുഭവം യാക്കോബിനുണ്ടായതാണ്. പെനിയേൽ അനുഭവം യാക്കോബിൻ്റെ ജീവിതത്തിലെ ഒരു അവസരമാണ്, ഒരനുഭവമാണ്. ബഥേൽ അനുഭവമുണ്ടായത് കനാൻ നാട്ടിൽ നിന്ന് പിതാവായ ഇസഹാക്കിൻ്റെ ആജ്ഞ അനുസരിച്ച് യാക്കോബ് പദ്ദൻഅരാമിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ പാഠം പെനിയേൽ വരുന്നത് യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് തിരിച്ച് കനാനിലേക്ക് പോകുന്ന വഴി ഉണ്ടായ ഒരു സംഭവം സംബന്ധിച്ചാണ്. പെനിയേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഖാമുഖം എന്നാണ്. ദൈവത്തിന് മുഖാമുഖം എന്നാണ്.
ദൈവാഭിമുഖം എന്ന് വേണമെങ്കിലും അതിനെ നമുക്ക് പറയാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 23 മുതൽ 32 വരെ ഉള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പദ്ദൻഅരാമിൽ നിന്ന് തിരികെ വരുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് വരുന്നു. കുടുംബാംഗങ്ങളെ മുഴുവനും ഒരു നദി കടത്തി അക്കരയ്ക്കാക്കി. യാക്കോബ് തനിയായി ഇക്കരെ. അപ്പോഴാണ് ആ പുരുഷൻ വന്ന് യാക്കോബിനോട് രാത്രിയിൽ മൽപ്പിടുത്തം നടത്തുന്നത്. പുലർച്ചെ വരെ യാക്കോബുമായി മൽപ്പിടുത്തം നടത്തി. പക്ഷെ ജയിച്ചത് യാക്കോബായിരുന്നു. പുലർച്ചയായി വിഷസ്സായി പോകണമെന്നാവശ്യപ്പെടുമ്പോൾ യാക്കോബ് ആ ആളിനോട്, പുരുഷനോട് പറഞ്ഞു, എന്നെ നീ അനുഗ്രഹിച്ചു പോയാൽ മതി. അപ്പോഴേക്കും യാക്കോബിന് മനസ്സിലായി ഇതൊരു സാധാരണ മനുഷ്യനല്ല, പിന്നെയോ ദൈവദൂതനാണ്, ദൈവം തന്നെയാണ്. യാക്കോബ് പറയുക, അയ്യോ, ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടല്ലോ, എങ്കിലും അതെന്നെ കുഴപ്പമൊന്നും വരുത്തിയില്ല, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു. അതുകൊണ്ട് ദൈവത്തിന് മുഖാമുഖം കണ്ട ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരായി. I will not let you go unless you bless me. Thy name shall be called no more Jacob. അങ്ങനെ ദൈവദൂതനോട് മൽപ്പിടുത്തം നടത്തി. അല്ല, അത് സാധാരണ പുരുഷനായിയാണ് അവൻ കണ്ടത്. മനുഷ്യരോട് പോരാട്ടം നടത്തി, മൽപ്പിടുത്തം നടത്തി അവൻ ജയിച്ചു. അതുകൊണ്ട് ആ സ്ഥലത്തിന് പെനിയേൽ എന്നായി. ദൈവത്തോട് തന്നെ അനുഗ്രഹിക്കണമെന്ന്, ദൈവദൂതനോട് അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ദൈവദൂതൻ അവനെ അനുഗ്രഹിച്ചതായി കാണുന്നു. പക്ഷേ ഒരു കാര്യവും കൂടെ അവിടെ സംഭവിച്ചു. യാക്കോബിന് ഒരു പുതിയ പേര് കിട്ടി. ആ പേരെന്തെന്നോ? ഇസ്രായേൽ എന്ന പേര് വന്നു. ഇസ്രായേൽ എന്ന പേര്, അതിൻ്റെ അർത്ഥം ദൈവത്തോട് പോരാടി ജയിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഇസ്രായേൽ എന്ന പേരവന് ലഭിച്ചത്. അങ്ങനെ യാക്കോബിന് ഒരു പുതിയ അനുഭവം. ആ അനുഭവമുണ്ടായ സ്ഥലത്തിന് പെനിയേൽ. ആ അനുഭവത്തിലേക്ക് യാക്കോബ് ഉയർന്നു വരുവാൻ കാരണമായി തീർന്നു. പോരാട്ടം നടത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, മൽപ്പിടുത്തം നടത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിന്മയോട്, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്, ദൈവഹിതപ്രകാരമല്ലാത്തത് അതെന്തെല്ലാം ഉണ്ടോ അതിനോടെല്ലാം പോരാടി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ തിന്മയോട് പോരാടി ജയിച്ച് ദൈവികമായ കൃപ ലഭിച്ചവനാണ് യാക്കോബ്. അതുകൊണ്ടാണ് അവർ ദൈവത്തോട് പോരാടി ജയിച്ചവരെന്ന അർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പേരായത്. പിൽക്കാലത്ത് അത് സന്തതി പരമ്പര ഇസ്രായേൽ ജനം എന്ന് പേരുണ്ടായി എന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ. ആ സംഭവിച്ച സ്ഥലവും കനാൻ ദേശവും ഇസ്രായേൽ എന്ന പേരായി എന്നും നമുക്കറിയാം. ദൈവത്തിൻ്റെ അനുഗ്രഹം സവിശേഷമായി ദൈവദൂതനിലൂടെ പ്രാപിക്കുവാൻ ദൈവം കൃപ ചെയ്ത ഒരു മഹാപുരുഷനായിരുന്നു യാക്കോബ്, ഗോത്രപിതാവായ യാക്കോബ് എന്നും നാം കാണുകയാണ്. കുഞ്ഞുങ്ങളെ, പെനിയേൽ ദൈവാഭിമുഖമായി ദൈവത്തെ മുഖാമുഖം കണ്ടു. അങ്ങനെയാണ് ആ സ്ഥലത്തിന് പേര് വന്നത്. അങ്ങനെയാണ് ആ അനുഭവവും. നമ്മളുടെ മനസ്സും നമ്മളുടെ ചിന്തയും അങ്ങനെ ദൈവികമായി ഉയരുവാനും ദൈവാഭിമുഖമായൊരു ജീവിതക്രമം ഉണ്ടാകുവാനും ദൈവം തമ്പുരാൻ നാം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.
പരീക്ഷയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ കൂട്ടുകാരെ? ഒരു വർഷം പഠിച്ചതെല്ലാം വളരെ എളുപ്പത്തിൽ ഓർത്തെടുത്ത് നന്നായി പരീക്ഷ എഴുതുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങിയത്. പരീക്ഷയൊക്കെ കഴിഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വീട്ടിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ചിരിച്ച് സന്തോഷമായി പോകുന്നതല്ലേ? ഇന്ന് പറഞ്ഞു തരുന്നത് ഇന്നത്തേക്ക് മാത്രമല്ല, അടുത്ത വർഷങ്ങളിലും ഒക്കെ പ്രയോജനമുള്ളതാണ്. ലെസൺ ഫോർ ലിവിംഗിൽ തുടരുന്നു. ഈസി റിവിഷൻ. നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ റിവൈസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. ആ റിവിഷൻ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള 1-2 മെത്തേഡ്സ് ഒന്ന് പറയാം. സ്പൈഡർ നോട്ട്സ് അല്ലെങ്കിൽ ചിലന്തിക്കുറിപ്പുകൾ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് A4 സൈസിലുള്ള പേപ്പർ റൈറ്റ് സൈഡിൽ വെച്ചേക്കണം. ആ പേപ്പറിന്റെ നടുക്കോട്ട് നമ്മൾ പഠിക്കുന്ന ആ ടോപ്പിക്കിന്റെ ടൈറ്റിൽ മാത്രം എഴുതാം. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ, അതാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ എന്ന് നമ്മൾ നടുക്കോട്ട് നീലമഷിയിൽ എഴുതാം. അതിന് ചുറ്റും ഒരു വട്ടം വരയ്ക്കാം. വട്ടത്തിൽ നിന്ന് മുകളിലോട്ട് 4 വര, താഴോട്ട് 4 വര. ഈ ഓരോ വരയുടെയും അറ്റത്ത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം നമുക്കൊന്ന് എഴുതി വയ്ക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യത്തെ വരയുടെ സൈഡിൽ 1939 to 1945 എന്ന് എഴുതി വെക്കാം. അതായത് 1939 തുടങ്ങി 1945 തീരുകയാണ് സെക്കൻഡ് വേൾഡ് വാർ ചെയ്തതെന്ന് അർത്ഥം. 2ാമത്തെ വരയിൽ ഈ സെക്കൻഡ് വേൾഡ് വാറിൽ 2 സൈഡിലും അണിനിരന്ന രാജ്യങ്ങളുടെ പേരെഴുതാം. അങ്ങനെ ആ ഒരു പഠിക്കുന്ന വിഷയം എന്തോ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ഇവൻറ്റ്സ്, ആളുകളുടെ പേര്, ഫോർമുലാസ്, ഇക്വേഷൻസ്, ചിലപ്പോൾ ചെറിയ ചില ഡയഗ്രാംസ്, ചില സംഖ്യകൾ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ ഈ സ്പൈഡർ നോട്ട്സിൽ എഴുതാം. ഈ സ്പൈഡർ നോട്ട്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. പിറ്റേന്ന് രാവിലെ നമ്മൾ ഈ സ്പൈഡർ നോട്ട്സ് തയ്യാറാക്കി പഠിച്ചതിന്റെ നെക്സ്റ്റ് ഡേ രാവിലെ ഈ പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഗ്ലാൻസ് ചെയ്യാം. ഗ്ലാൻസ് ചെയ്തിട്ട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. മറ്റൊരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഓർമ്മ വരാത്ത കാര്യങ്ങൾ, എനിക്കത് ഓർമ്മയില്ല എന്ന ബോധത്തോടെ ഒന്നുകൂടെ ടെക്സ്റ്റ് എടുത്തൊന്ന് വായിക്കുക. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ആ സംഗതി മറക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ സ്പൈഡർ നോട്ട്സ് കളഞ്ഞ് പോകരുത്. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കണം. കാരണം നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ തലേന്ന് ഈ സ്പൈഡർ നോട്ട്സ് മാത്രം റിവൈസ് ചെയ്താൽ മതി. പബ്ലിക് എക്സാമിൻ്റെ തലേന്ന് ഒരു വർഷത്തെ മൊത്തം പാഠ്യവിഷയങ്ങൾ നമുക്ക് പഠിക്കണം, റിവൈസ് ചെയ്യണം. ഇത് മണിക്കൂറുകളോളം എടുത്ത് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ആ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് ആദ്യം തൊട്ട് വായിക്കുക പ്രയാസമായിരിക്കും. ലീനിയർ ആയിട്ടുള്ള നോട്ട്സ് എടുത്ത് ആദ്യം തൊട്ട് വായിക്കുന്നതും പ്രയാസമായിരിക്കും. എന്നാൽ ഈ സ്പൈഡർ നോട്ട്സ് ആക്കി വെച്ചാൽ റിവിഷൻ വളരെ എളുപ്പമാവും. കാരണം നമ്മൾ ഈ സ്പൈഡർ നോട്ട്സ് ഓരോന്നെടുത്തൊന്ന് നോക്കുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുന്നു, ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ വീണ്ടും ടെക്സ്റ്റിൽ അന്നേരം ഒന്ന് നോക്കുന്നു, ക്ലിയർ ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ ശരിക്കും ഈ ലീനിയർ നോട്ട്സ് റിവൈസ് ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി വേഗതയിൽ, 10 times സ്പീഡിൽ നമുക്ക് ഈ സ്പൈഡർ നോട്ട്സിനെ റിവൈസ് ചെയ്യാം. അപ്പോൾ സാധാരണ ഒരു ലീനിയർ നോട്ട്സ് വായിച്ചു തീർക്കുന്നതിൻ്റെ 10 ഇരട്ടി ടോപ്പിക്സ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കാം. അപ്പോൾ എക്സാമിൻ്റെ, എസ്പെഷ്യലി ആനുവൽ എക്സാമിൻ്റെ തലേന്ന് നമുക്ക് ഈ സ്പൈഡർ നോട്ട്സ് റിവൈസ് ചെയ്താൽ മാക്സിമം എഫിഷ്യൻസിയോടെ നമുക്ക് റിവിഷൻ മുന്നോട്ട് പോകാം. ഇനി പല കൂട്ടുകാരും പറയാറുണ്ട്, ഈ പരീക്ഷയുടെ അന്ന് രാവിലെ വല്ലാത്ത ടെൻഷനാണ്, പേടിയാണ്, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വരുമോ എന്നുള്ള സംശയങ്ങളാണ്, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുമോ, അങ്ങനെ പല ആശങ്കകളുണ്ട്. ഇത്തരം ആശങ്കകൾ ഉള്ളവർക്ക് ആ പരീക്ഷ പേടി മാറ്റാനുള്ളൊരു ചെറിയൊരു എക്സർസൈസും കൂടെ ഇന്ന് പറയാം. ഇതിനെ നമ്മൾ ലേറ്റന്റ് ലേണിംഗ് ടെക്നിക്ക് എന്ന് പറയും. അതായത് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുകയാണ്, കണ്ണടച്ച് കിടന്നുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങുന്നു. അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിലോട്ട് ഇങ്ങനെ വരും. ആ ചിന്തകളൊക്കെ മാറി മനസ്സൊന്ന് ശാന്തമാകാനും ഈ പരീക്ഷ നന്നായി എഴുതാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വരുത്താനുമാണ് ഈ ഒരു എക്സർസൈസ്. നമ്മൾ കണ്ണടച്ച് കിടന്നുകൊണ്ട് ഒരു പച്ച പുൽമേട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് മലർന്നു കിടക്കുന്നതായിട്ട് മനസ്സിൽ കാണാം. മഴത്തുള്ളികൾ ഇങ്ങനെ ചിതറി വീഴുന്നു. ശരീരത്തിൻ്റെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ആ മഴയുടെ തണുപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്ന മനസ്സിൽ ഇമാജിൻ ചെയ്യാം. അങ്ങനെ ശരീരം മൊത്തം തണുത്ത് പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആവുന്നതായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം നടക്കുന്ന ദിവസം എക്സാം ഹാളിലേക്ക് നടക്കുന്നത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ എക്സാം ഹാളിലേക്ക് നടന്നു ചെന്നു, നമ്മുടെ റൂമൊക്കെ കണ്ടുപിടിച്ചു, നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചു, അവിടെ പോയി ഇരുന്നു. ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ നോക്കി ചിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും സൂപ്പർവൈസർ കൊണ്ട് തരുന്നു. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കുകയാണ്. നന്നായി അറിയാവുന്ന ചോദ്യങ്ങളാണ്, എല്ലാത്തിനും ഉത്തരം നമുക്കറിയാം. അപ്പോൾ നല്ല സന്തോഷത്തോടെ നമ്മൾ എല്ലാത്തിനും ആൻസർ എഴുതുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. അങ്ങനെ എഴുതി
എല്ലാ ചോദ്യങ്ങളും നന്നായി ഉത്തരം എഴുതി, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതി സന്തോഷത്തോടെ നമ്മൾ ആൻസർ ഷീറ്റ് സൂപ്പർവൈസറിന് മടക്കി കൊടുക്കുന്നു. എന്നിട്ട് നന്നായി പരീക്ഷ എഴുതിയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മനസ്സിൽ കാണാം. പരീക്ഷ നന്നായി എഴുതിയതിൻ്റെ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ മുഖത്തിൻ്റെ ക്ലോസപ്പ് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് പതിയെ അങ്ങ് ഉറങ്ങാം. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനം ചിന്തിക്കുന്ന കാര്യമായിരിക്കും രാവിലെ ഉണരുമ്പോൾ നമ്മളെ ആദ്യം സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഉറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും, പരീക്ഷ നന്നായി എഴുതാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിഷിങ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായി എഴുതുക, പരീക്ഷ ആസ്വദിച്ച് എഴുതുക. കാരണം പരീക്ഷ ഒരു യുദ്ധമല്ല, പരീക്ഷ നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള പ്രോഗ്രസ്സിനുള്ളൊരു എസെൻഷ്യൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ക്വസ്റ്റ്യൻ ടൈം. ക്വസ്റ്റ്യൻ ടൈമിൽ ഇന്ന് ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം, അതിന്റെ ഉത്തരം. ബഥേലിന്റെ പഴയ പേര് എന്തായിരുന്നു? ലൂസ് എന്നാകും. എല്ലാ കൂട്ടുകാരുടെയും ഉത്തരം ശരിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. യാക്കോബിന് പെനിയേലിൽ ലഭിച്ച പുതിയ പേര് എന്താണ്? ഈസി ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നെ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ ടീം ലീഡേഴ്സിന് ഉത്തരങ്ങൾ അയക്കുക. ഞാറപ്പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 27131000 എന്ന ഫോൺ ഓർത്ത് വയ്ക്കുക. ഞാറപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ ടിവിയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ജാക്സൺ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും.